നിരാഹാരം കിടക്കുന്ന ആശമാരുടെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോഴും സർക്കാർ നിലപാടിനായവില്ല. കഴിഞ്ഞ 46 ദിവസമായി രാപ്പകൽ സമരമിരിക്കുന്ന ആശമാർ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസങ്ങൾ പിന്നിടുകയാണ്. ശ്രീനന്ദ ചേർന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണ്. കാരണം 46 ദിവസങ്ങൾ രാപ്പകൽ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീകൾ അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ അവർ നിരാഹാര സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. 8ാം ദിവസം പലരുടെയും ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യം. അപ്പോഴും എടുത്ത നിലപാടിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ സർക്കാരും തുടരുന്നു. എന്താണ് ആശമാരുടെ ഇന്നത്തെ കാര്യം? വീണ, ഇന്നിപ്പോൾ ആശമാരുടെ സമരം 46ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാർച്ച് 20-ാം തീയതിയാണ് ആശമാർ നിരാഹാര സമരം ആരംഭിച്ചത്. ഈ നിരാഹാര സമരം ഇന്ന് 8ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ഇവിടെ നിരാഹാരം ഇരുന്ന് 2 പേർ അവർക്ക് അസുഖം ബാധിക്കുകയും അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഉണ്ടായി. എന്താണ് ഇപ്പോൾ ഈ സർക്കാർ കാണിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നിരവധി തവണ 2 തവണ ഇവരെ സർക്കാർ NHM-ഉം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഇവരോട് സംസാരിക്കാനായി അല്ലെങ്കിൽ ഇവരോട് ചർച്ച നടത്താനായി തീരുമാനമെടുത്തിരുന്നെങ്കിലും ആ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇവർ വീണ്ടും ഒരു മഹാസംഗമത്തിലേക്ക്, കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും ആശമാരെല്ലാവരും കൂടി ചേർന്നൊരു മഹാസംഘവുമായി അവർ നിരാഹാരം ഇരുന്നിരുന്നു. എന്നിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. ശേഷമാണ് ഇന്നലെ ഇവർ ഒരു ജനസഭ സംഘടിപ്പിച്ചത്. ഈ ജനസഭയിൽ നിരവധി ആളുകളാണ് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് എത്തി. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ നിരവധി പേരാണ് ഇവിടെ. ഇപ്പോൾ ആശമാരെല്ലാവരും ഇപ്പോൾ പുതിയതായി 3 പേരാണ് സമരത്തിനായി ഇരിക്കുന്നത്. ഇന്നലെ ജനസഭയിലെത്തി നിരവധി പേർ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ജോയി മാത്യു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരുന്നു. ഇപ്പോൾ നമ്മളോട് സംസ്ഥാന പ്രസിഡന്റ്, നമ്മുടെ ആശാ വർക്കർമാരുടെ സംസ്ഥാന പ്രസിഡന്റായ സദാനന്ദൻ സർ ചെയ്യുന്നുണ്ട്. സർ, എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർമാരില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. സർക്കാർ ഡോക്ടർമാർ വരുന്നില്ല ആശമാരെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമരം ഇരിക്കുന്ന ആൾക്കാരെ നോക്കുക എന്ന് പറയുന്ന സർക്കാർ ഡോക്ടർമാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ അവരാരും ഇതുവരെ ഈ ഒരു സമരപന്തലിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഇതിലുള്ള വാസ്തവം? അത് വാസ്തവമാണ്. ഇത്രയും ദിവസമായല്ലോ, പക്ഷേ ഇതുവരെയായിട്ടും ഒരു ഗവൺമെൻറ് ഡോക്ടറെ അങ്ങോട്ട് അയച്ചിട്ടില്ല. പോലീസ് പറയുന്നത്, പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കൺട്രോൾമെൻറ് SIയും കമ്മീഷണർ മുഖാന്തരവും ഒക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് പോലും ഡോക്ടേഴ്സ് വന്ന് ഈ ഉപവാസമിരിക്കുന്ന ആളുകളുടെ, ആശമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനോ അവർക്ക് വേണ്ട അഡ്വൈസ് നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതൊരു മനുഷ്യത്വരഹിതമായ സമീപനമാണ്. സർ, ഈ NHM-ഉം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും നിങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറായി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അത് തികച്ചും ഒരു പരാജയമായി മാറിയൊരു സാഹചര്യം ഉണ്ടായി. ശേഷം ഒരു പുകമറ സൃഷ്ടിക്കാനെന്ന് പറയുന്നു. ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയും കേന്ദ്രമന്ത്രിയെ JP നദ്ദയെ കാണുകയും അവരോട് സംസാരിക്കുകയും ഈ ആശമാരുടെ കാര്യമല്ല താൻ അവിടെ സംസാരിക്കാൻ പോയി എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി പിന്നീട് നിങ്ങളോട് സംസാരിക്കാനോ എന്തിനെങ്കിലും തയ്യാറായിരുന്നോ? ഇല്ല. 2ാം ഘട്ട ചർച്ച ആരോഗ്യമന്ത്രിയായിട്ട് നടത്തിയ സമയത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞത് ആദ്യഘട്ട ചർച്ചയിൽ നടത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് 2ാം ഘട്ട ചർച്ചയിലും ഞങ്ങളോട് ആവർത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആ ഫെബ്രുവരി 15-ൽ നിന്നും മാഡം ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ചർച്ചയുടെ ആവശ്യം എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ്, ഇതിപ്പോൾ ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ആവശ്യം വളരെ വലുതാണെന്ന് പറഞ്ഞു. ആവശ്യം വളരെ വലുതല്ലെന്നും അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണെന്നും ഞങ്ങൾ യുക്തിസഹജമായിട്ട് തന്നെ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എന്തായാലും അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. വലിയ ഡിമാൻഡാണെന്ന് പറഞ്ഞു. പക്ഷേ 21,000 രൂപ എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത, അല്ലെങ്കിൽ അവരുടെ LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണ്, വാഗ്ദാനമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചതെന്നും കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അത് ഒട്ടും വലുതല്ലെന്നും ഞങ്ങൾ സമർത്ഥിക്കുകയുണ്ടായി. പക്ഷേ അവരൊന്നും എത്രയാണ് ഇങ്ങോട്ട് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും പറഞ്ഞില്ല. അങ്ങനെ സഹി കിട്ടപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീമതി റോസമ്മ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് എടുത്ത് ചോദിക്കുക ചെയ്തത്. പക്ഷേ ആ ചോദ്യത്തെ അവർ വളരെ പരിഹാസമായിട്ട് ഇതെന്താ ലേലം വിളിയോ എന്നും ചോദിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ സമരത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ളൊരു സമരത്തിൽ കൈക്കൊള്ളേണ്ട പ്രാഥമിക ചർച്ചാ മാന്യത പോലും പുലർത്താതെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് തിരിച്ചു പോരുന്നത്. പിന്നീട് ഇതുവരെ യാതൊരു
അറിവുണ്ടായിട്ടില്ല. ചർച്ചയെക്കുറിച്ച് ഞങ്ങളന്ന് പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു ചർച്ചയ്ക്കായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോവുകയും നൽകുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെ വളരെ പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പക്ഷേ ആശമാരെ ഇങ്ങനെ രാപ്പകൽ വെയിലത്തും മഴയത്തും ഇരുത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തിച്ചേരുന്നത്.